ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ് ഇറ്റ്സ് മീ അബ്ദുല്ലാനസ്. ഇന്ന് നമ്മളോട് പരിചയപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിന്റെ മൂവ്മെന്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഒരു പ്ലെയറിനെ മൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു മോഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലെയർ വാക്കിംഗ് ആണോ ജമ്പിങ് ആണോ ഇതിനൊരു ഇമോജീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്യാരക്ടർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇത് വന്നിരുന്നില്ല. അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ചെയ്യാണ്, എനിമേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഈ ഒരു പ്ലെയറിനെ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറിന്റെ ഇതെടുത്തിട്ട് ഇവിടെ എനിമേറ്റ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു എനിമേറ്റ് സ്പ്രൈറ്റ്. അവിടെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എലമെന്റ് കൊടുന്ന് വെക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എനിമേഷൻസ് ഉണ്ട്, ഏതൊക്കെ എനിമേഷൻസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഇവിടെ ഐഡിയൽ എന്ന് പറഞ്ഞുള്ള ഒരു animation ആണ് ഈ കാണുന്നത്. ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്ക് വേണം. അതുപോലെ തന്നെ വാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത് നടക്കണ ഒരു എനിമേഷൻ. അതുപോലെ തന്നെ വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ജമ്പ് ചെയ്യുമ്പോൾ വരണം. അപ്പോൾ ഞാൻ ഇവിടെ ജമ്പും കൊടുത്തു. ഓക്കെ, അപ്പോൾ ജമ്പിന് എന്ത് കാണിക്കണം, ഐഡിയയിൽ നമുക്ക് കാണിക്കാനുള്ള എലമെന്റ് കിട്ടിയിട്ടുണ്ട്. ജമ്പിന് കാണിക്കാൻ നമ്മുടെ ടെക്സ്റ്റേഴ്സിൽ നമ്മൾ ക്യാരക്ടേഴ്സ് എടുക്കുകയാണ്. ക്യാരക്ടേഴ്സിൽ ഫീമെയിൽ അഡ്വഞ്ചർ ഞാനിവിടെ PNG എടുത്തിട്ട് അതിൻ്റെ പോസസ് എടുക്കാം. ഓരോ പോസസ് ഏത് പോസസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് ജമ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫുൾ നെയിം നോക്കാം. ഇവിടെ നെയിം ചെയ്തിട്ടുണ്ടാവും ഓരോ ക്യാരക്ടറിനും. അപ്പോൾ ഏതാണ് വേണ്ടത് നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ജമ്പ് കണ്ടു. അപ്പോൾ ഈ ഒരു ജമ്പ് നോക്കി കഴിഞ്ഞാൽ ഇത് ജമ്പ് ചെയ്യണതിൻ്റെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ വാക്ക് ഉണ്ട്, നടക്കാനുള്ളത്. വാക്കിന് കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ വാക്ക് ചെയ്യണതിന് 7 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 7 വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഒരു 0 കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ 0 കഴിഞ്ഞിട്ട് 0 എന്നുള്ളതും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, എനിക്കിപ്പോൾ 0യും കൊടുത്തു. വാക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലെയർ വാക്ക് ചെയ്യണതിന് വേണം ഞാൻ ഈ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വാക്ക് നമുക്ക് പ്ലേ ചെയ്യണം. ഓക്കെ, പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് വാക്ക് ചെയ്യണം. ഓരോ ക്യാരക്ടേഴ്സും 1 by 1 ആയിട്ട് വാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്കെയിൽ ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാക്കിൻ്റെ ഭാഗം നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ പ്ലെയർ എന്താ പറയുക നടക്കുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു കാലിൻ്റെ മോഷൻസും ഓരോ എലമെന്റ്സ് അല്ലെങ്കിൽ ഓരോ മൂവ്മെന്റ് വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യണത് കാണാം. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പ്രൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി റിയലിസ്റ്റിക്കലി കുറച്ച് മോഷൻസ് ക്ലിയർ ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ആ രീതിയിൽ അത് ഓരോ ഫ്രെയിംസ് കൂടി ഹിറ്റ് ചെയ്യണത് കാണാം. ഇനി അതിൻ്റെ സ്പീഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര വെച്ചിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഫ്രെയിമിൻ്റെ സ്പീഡ് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു 8 കൊടുക്കണം. സപ്പോസ് 8 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കയറണം കാണാം. അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടും കുറച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ 8 മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം 12 കൊടുക്കുകയാണ്. എനിക്ക് 12 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സ്പീഡ് വരണം കാണാം. അപ്പോൾ ഒരു പ്ലെയർ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് നടക്കുമ്പോൾ ഭയങ്കര ആ ഒരു സ്പീഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഞാനിപ്പോൾ ഇവിടെ 12ൻ്റെ പകരം 10 കൊടുക്കുകയാണ്. ഓക്കെ, 10 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ജമ്പ് നമുക്കറിയാം എന്താണ് ജമ്പിൽ കാണിക്കേണ്ടതെന്നുള്ളത്. ഞാൻ ജമ്പ് കൊടുത്തു, ജമ്പ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയലിലാക്കി ഈ ഒരു ഇത് കൊടുക്കാം. ജമ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്ലെയറിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇത് ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഈ സീൻ സേവ് ചെയ്തിട്ട് ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്ലെയറിന് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ജമ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ട് ജമ്പ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഐഡിയൽ കൊടുക്കുകയാണ്. ഐഡിയൽ കൊടുത്തു സേവ് ചെയ്തതിനു ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഐഡിയൽ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയർ സ്ക്രിപ്റ്റ് നമുക്ക് എനിമേറ്റ് ചെയ്യണമല്ലോ, വെറുതെ എനിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ എനിമേറ്റ് ഒരു ഫംഗ്ഷൻ എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ FSC എനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതാം. ഫംഗ്ഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഞാനിവിടെ തൽക്കാലം പാസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എനിമേറ്റിനെ ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, എനിമേറ്റ് ഈ ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ വിളിച്ചു. ഈ എനിമേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇഫ് നമുക്കിവിടെ വെലോസിറ്റി നമ്മൾ ഓരോ മൂവ്മെന്റ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണത് അറിയാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ഡോട്ട് വൈ ഗ്രേറ്റർ ദൻ 0 എന്ന് വെച്ചാൽ വൈ ഗ്രേറ്റർ ദൻ 0 ആകുമ്പോൾ ഈ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാരാമീറ്റർ ഓക്കെ ഗ്രേറ്റർ ദൻ 0 ആകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സ്പ്രൈറ്റിൽ ജമ്പിന്റെ എനിമേറ്റ് കാണിക്കണം. അപ്പോൾ എനിമേറ്റർ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ട് ഡോട്ട് പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് സ്പ്രൈറ്റ് ആണ് ഇവിടെ കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജമ്പ് യൂസ് ചെയ്യാണ്. ജമ്പിന്റെ കീവേഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത സെയിം കീവേഡ് തന്നെയാണോ എന്ന് നോക്കണം. സ്പെല്ലിങ് ജമ്പ് സെയിം കീവേഡ് തന്നെയാണ്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്തു. ഇവിടെ ഐഡിയലി ജമ്പ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റണം. ഡിഫോൾട്ട് ഇവിടെ പ്ലെയറിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐഡിയൽ ഇതായിട്ട് കിടക്കുകയാണ്. ഇത് ഗ്രേറ്റർ ദാൻ ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ വേറെ കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ലെസ് ദാൻ 0 ആക്കി നമുക്ക് കൊടുത്തു നോക്കാം. കാരണം നമ്മൾ കൊടുത്തത് നേരെ ഓപ്പോസിറ്റ് ആയി പോയി, അതുകൊണ്ടുണ്ടായതാണ്.
ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജമ്പ് ചെയ്തതിന് ശേഷമാണ് ആ പ്ലെയറിന്റെ സ്പ്രൈറ്റ് മാറുന്നത്. പക്ഷെ പിന്നീട് ലൗണ്ട് ആയി കഴിഞ്ഞാൽ അത് മാറുന്നില്ല, നോർമൽ ആവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു കണ്ടീഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സപ്പോസ് ഇതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്താന്നുണ്ടെങ്കിൽ എൽസ് എന്ത് ചെയ്യണം, നമുക്ക് ഈ എനിമേറ്റ് സ്പ്രൈറ്റ് ഐഡിയൽ ആക്കണം. കാരണം ഈ ഒരു പ്ലെയർ പിന്നെ ഒരു നോർമൽ സ്റ്റേജിൽ കാണുമല്ലോ എത്തണം. അപ്പോൾ അവിടെ ഐഡിയൽ എന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്ത് സേവ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ്. ജമ്പ് ചെയ്യുമ്പോൾ കാണാം നമുക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പ്രൈറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ എൽഇഫ് കൊടുക്കുകയാണ്. എൽസ് ഇഫ് എന്ത് വെലോസിറ്റി ഡോട്ട് എച്ച് നോട്ട് ഈക്വൽ ടു 0. 0 അല്ലാത്ത കേസിൽ വെലോസിറ്റി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് വെലോസിറ്റി ആൻഡ് വെലോസിറ്റി ഡോട്ട് എച്ച് ഗ്രേറ്റർ ദൻ 0. 0ക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കിവിടെ എനിവേ സ്പ്രൈറ്റ് വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഡോട്ട് പ്ലേ. ഓക്കെ, പ്ലേയിൽ എന്ത് ചെയ്യണം, ഞാനിവിടെ ആ ഒരു പ്ലെയർ വാക്കാണ് ഉദ്ദേശിക്കുന്നത് നടക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാക്ക് കൊടുത്തു. ഇനി സേവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെലോസിറ്റി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്, എക്സ് ആക്സിസിൽ നടക്കുന്നത്. വൈ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ ജമ്പ് ചെയ്യണതിൻ്റെ കാര്യമാണ് ഇപ്പോൾ വൈ ആക്സിസ് കൊടുത്തത്. ഓക്കെ, അതിന് കൊടുത്ത് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാനിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ റൈറ്റ് കൊടുക്കുമ്പോൾ പ്ലെയർ വാക്ക് ചെയ്യണത് കാണാം, ജമ്പ് ചെയ്യണത് കാണാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് പോകുമ്പോൾ പ്ലെയറിന് മോശം വരുന്നില്ല, പക്ഷേ റൈറ്റ് പോകുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോകുമ്പോഴും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എൽഇഫ് എന്ത് ചെയ്യണം, ലെഫ്റ്റ് പോകുമ്പോൾ എൽഇഫ് ഈ ഒരു സെയിം കണ്ടീഷൻ തന്നെ വെലോസിറ്റി ഡോട്ട് എച്ച് നോട്ട് ഈക്വൽ ടു 0. 0 അല്ലാത്ത കണ്ടീഷനിലും ആൻഡ് വെലോസിറ്റി ഡോട്ട് എച്ച് ലെസ് ദാൻ 0. മനസ്സിലായി, 0ക്ക് ലെസ് ദാൻ ആവുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും അവിടെ എനിവേ സ്പ്രൈറ്റ് കാണിക്കണം. പ്ലേ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഐഡിയൽ കൊടുക്കണം. ഓക്കെ, ഐഡിയ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ, നമ്മളിവിടെ കൊടുത്ത സ്പെല്ലിംഗ് തന്നെയാണോ ചെക്ക് ചെയ്തിട്ട് വേണം, ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം അതവിടെ കാണിക്കാൻ. ഓക്കെ, അതിന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണം, സേവ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. ഓക്കെ, ഇവിടെ ജമ്പ് ചെയ്യണത് ഓക്കെ, റൈറ്റിക്ക് പോകുന്നത് ഓക്കെ, ലെഫ്റ്റിക്ക് പോകുമ്പോൾ ഈ ഒരു എനിമേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ക്ലിയർ ചെയ്യണം. അപ്പോൾ ഐഡിയയിലാണ് കൊടുത്തത്, സോറി, ഞാനിവിടെ വാക്ക് കൊടുക്കണ്ടേ. നമുക്ക് അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് റൈറ്റ് ഓക്കെ, ലെഫ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മോഷന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലെയറിന് ഒരുപാട് സ്പ്രൈറ്റ്, നമുക്കിപ്പോൾ ലെഫ്റ്റ് വാക്ക് എന്ന് പറഞ്ഞാൽ വേറെ സ്പ്രൈറ്റ് വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ഒരുപാട് സ്പ്രൈറ്റ് വെക്കുന്നതിൻ്റെ പകരം ഞാൻ ഒരു വേറെ അഡ്വാൻറ്റേജ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പ്രൈറ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. എഫ് ഫ്ലിപ്പ്, ഓക്കെ, ഹോറിസോണ്ടൽ ഫ്ലിപ്പ് എന്ന് പറയാം. ഹോറിസോണ്ടൽ ഫ്ലിപ്പ് എന്ത് ചെയ്യണം, ട്രൂ ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രൈറ്റിനെ നേരെ ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ ക്യാരക്ടറിൻ്റെ നിങ്ങൾ വേറെ സ്പ്രൈറ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് ഈ ഒരു സ്പ്രൈറ്റ് തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്തൊന്നുകൂടി നോക്കാം. ഓക്കെ, റൈറ്റ് കൊടുക്കുമ്പോൾ ഓക്കെയാണ്, ജമ്പ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടോ ലെഫ്റ്റിലേക്ക് പോണത്. ഓക്കെ, ഇപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ഫ്ലിപ്പ് ഫോൾസും ആക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളുള്ള സ്പ്രൈറ്റിനെ ഫ്ലിപ്പ് ചെയ്യണതാണ്. അപ്പോൾ നോർമൽ റൈറ്റിലേക്ക് വരുമ്പോൾ റൈറ്റും ആക്കണം, ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുത്ത് സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പ്ലെയർ റൈറ്റ് പോകുന്നുണ്ട്, ലെഫ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പ്ലെയർ ജമ്പ് ചെയ്യുന്നു, കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ വാക്ക് ചെയ്യുന്നുണ്ട്, റൈറ്റ് പോകുന്നുണ്ട്, കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു പ്ലെയറിന് മൂവ്മെന്റ് എന്താ പറയുക എനിമേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഗെയിമിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി എന്താ പറയുക ടൈൽസ്, നമ്മൾ ഈ അടി കൊടുക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കേരള ഗെയിം ഡെവലപ്പർ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗെയിം ഡെവലപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കൊണ്ടുവരാണ് മലയാളി കമ്മ്യൂണിറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുള്ള എന്തെങ്കിലും ക്ലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റിൽ ചോദിക്കാം. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് വീഡിയോ മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.